അങ്ങനെ എൻ്റെ ചീരകളെല്ലാം ഞാൻ ഇളുക്കി മാറ്റി നട്ടിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നിങ്ങൾ ചീര കൃഷി ചെയ്യുവാണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളണം. കാരണം 1 ഇഞ്ച് അകലത്തിലൊക്കെ വേണം ഈ ചീര നടാനായിട്ട്. ഇതാണ്ട് ഞാൻ കൂട്ടം കൂടി നിന്ന് ചീരയിൽ നിന്ന് ഞാൻ കുറേശ്ശെ ഇളക്കി നട്ടതാണ്. ഇതാ എല്ലാം ഉണ്ട്. ഇതാണ്ടോ കുഞ്ഞു കുഞ്ഞും ഇളക്കി നട്ടിട്ടുണ്ട്. ഇതിന് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് തോരൻ വയ്ക്കാനുള്ള സമയമാവും. കാരണം ഏകദേശം ഒരു 1-1.5 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇത് കുറച്ചുകൂടെ നല്ല വലുതാവും. ഇനി ഈ ഇളക്കി നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചീര കയറി ഇങ്ങ് വരും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ചീര നടുമ്പോൾ ഒരുമിച്ച് വിത്തിട്ട് പാകിയതിന് ശേഷം ഇച്ചിരി ഒന്ന് വലുതൊരു 4-5 ഇല വിടുമ്പോൾ തന്നെ നിങ്ങളിതെല്ലാം ഇളക്കി ഇങ്ങനെ അങ്ങ് നടണം. ഓക്കേ, കൂട്ടം കൂടി നിൽക്കുന്നതിൽ ഇനിയും ഉണ്ട് ഇളക്കി നടാനായിട്ട്. ഞാൻ കുറേശ്ശെ ഞാൻ ഡെയിലി ഇളക്കി നടുവാണ് കേട്ടോ. ഇടയ്ക്കുന്ന് ഓരോന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞെരുങ്ങി നിൽക്കുന്ന ചീരയിൽ നിന്ന് 1, 2, 3, 4 ഒക്കെ എടുത്തിട്ട് നമുക്ക് മാറ്റി നടാം. ഞാനിത് നിറച്ച് കണ്ടോ, ഇതൊക്കെ കുഞ്ഞന്മാരെല്ലാം ഞാനിങ്ങനെ നിറച്ച് നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ വലുതും ഉണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് കുറച്ച് തോരൻ ആയിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഞെരുങ്ങി നിൽക്കത്തില്ല. വീണ്ടും നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും നമുക്ക് എടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറൊന്നും കൂടെ ഞാൻ നട്ടിട്ടുണ്ട്, കാണിച്ചു തരാവേ. ഇതാ നല്ല 2 വെണ്ടയും കൂടെ ഞാൻ നട്ടിട്ടുണ്ട് കേട്ടോ. നല്ലവണ്ണം നല്ല മുളച്ച് പോയി. ഈ ചീരവിത്തിൻ്റെ കൂടെ തന്നെയാണ് നേട്ട്. ഇത്രയും ദിവസമായതേ ഉള്ളൂ, 25 ദിവസം 30 ദിവസം ആയില്ല, 1 മാസം ആയില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇതും കൂടെ 2 ഒന്ന് നട്ടിട്ടുണ്ടേ. കണ്ടോ, ഇത് വേറൊരു സൈസാണ്. അതായത് മറ്റേ ചീര ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വിത്തിട്ടത്. ഇതും ഇതാ നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇതെല്ലാം എനിക്കിവിടെ അത്രയും നടാനുള്ള സമയമുണ്ട്. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ, അതായത് പാകമായി വരുമ്പോൾ ബന്ധുക്കൾക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ചീര ഇതിലുണ്ടായിരിക്കും. കാരണം 2 മൂട് എടുത്താൽ മതി, നമുക്ക് നല്ലവണ്ണം ഒരു തോരൻ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എല്ലാവരും ഇങ്ങനെ കൃഷി ചെയ്ത് നിങ്ങൾ ഈ ചീര കൃഷി ചെയ്തെടുക്കണം. ഓക്കെ, ബൈ.